നമ്മൾ ഇനി പോകുന്നത് സൗദിയിലേക്കാണ്. സൗദിക്ക് നേരെ ഇറാന്റെ വൻ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി. കിഴക്കൻ മേഖല ലക്ഷ്യമിട്ടെത്തിയ 59 ഡ്രോണുകൾ തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലമാണ് ചേരുന്നത് വിവരങ്ങളുമായി. ജലീൽ, ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇന്നലെയാണ് വന്നത്. മാർച്ച് 18-നായിരുന്നു ആ ആക്രമണം ഉണ്ടായത്. സമാനമായ രീതിയിൽ ഇപ്പോഴും ആക്രമണം സൗദിക്ക് നേരെ തുടരുന്നു എന്നുള്ളതാണ്. ഈ ഡ്രോൺ ആക്രമണ ശ്രമം എല്ലാം സൗദി തകർത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ ആക്രമണം. പ്രവിത, സ്മിത, സൗദിക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് ഒരു കുറവുമില്ല എന്ന് മാത്രമല്ല, ഓരോ ദിവസം കൂടുന്തോറും ആക്രമണങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ താവളങ്ങളെയും എണ്ണ ശുദ്ധീകരണശാലകളെയും ലക്ഷ്യം വെച്ച് തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ തൊടുക്കുന്ന മിസൈലുകളും ഡ്രോണുകളും 99% ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തകർക്കാൻ സൗദിക്ക് സാധിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കിഴക്കൻ പ്രവിശ്യയിലാണ് വലിയൊരു ആക്രമണ നീക്കം പരാജയപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ രാത്രി മാത്രം 60ഓളം ഡ്രോണുകളാണ് സൗദി പ്രതിരോധ സേന തകർത്തത്. പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഒരേ സമയം 10ഉം 12ഉം ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടക്കുകയാണ്. എന്നാൽ ഓരോ ഡ്രോണിനെയും കൃത്യമായി പിന്തുടർന്ന് നശിപ്പിക്കാൻ സൗദി സേനയ്ക്ക് കഴിഞ്ഞു. കിഴക്കൻ മേഖലയിലെ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടെത്തിയ ഈ ഡ്രോണുകൾ തകർത്തതോടെ വലിയൊരു അപകടമാണ് ഒഴിവായത്. നിലവിൽ ഈ മേഖലയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. കിഴക്കൻ പ്രവിശ്യയിലേക്ക് ആണ് ഇപ്പോൾ കൂടുതൽ ആക്രമണങ്ങളും ഉണ്ടാകുന്നത്. അമേരിക്കൻ താവളങ്ങളും സൗദിയുടെ എണ്ണ പ്ലാന്റുകളും ഒക്കെ ലക്ഷ്യം വെച്ചാണ് ഈ ആക്രമണം. ഈ മധ്യമേഖലയായ റിയാദ്, അൽഖർജ് ഭാഗങ്ങളിലും ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 18-ാം തീയതി റിയാദിന് നേരെ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടിരുന്നു. തകർക്കപ്പെട്ട ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് ഒരു UP സ്വദേശി കൊല്ലപ്പെട്ടത്. ഇക്കാര്യം സൗദിയിലെ ഇന്ത്യൻ എംബസിയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിക്കുന്നത് ഇന്നലെ മാത്രമാണ്. അപകടത്തിൽ മറ്റു ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നു വരികയാണ്. ഗൾഫ് മേഖലയിൽ ആകെ പടർന്ന ഈ സംഘർഷം വലിയ ആശങ്കയാണ് പ്രവാസികൾക്കിടയിൽ ഉണ്ടാക്കുന്നത്. കണക്കുകൾ പ്രകാരം ഈ പ്രതിസന്ധി തുടങ്ങിയ ശേഷം വിവിധ ഗൾഫ് രാജ്യങ്ങളിലായി ഇതുവരെ 6 ഇന്ത്യൻ പൗരന്മാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ ഗൾഫിലെ എല്ലാ ഇന്ത്യൻ എംബസികളും അതീവ ജാഗ്രതയിലാണ്. തദ്ദേശ ഭരണകൂടങ്ങളുമായി ചേർന്ന് ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ 24 മണിക്കൂറും ഈ നയതന്ത്ര ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പെരുന്നാൾ ദിനമായിരുന്നു ഇന്നലെയും സൗദിക്ക് നേരെ തുടർച്ചയായ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി എന്നത് പ്രവാസികളെയും നാട്ടിലുള്ള അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. നിലവിൽ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല എന്ന് അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് എങ്കിലും എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും പ്രാദേശിക ഭരണകൂടങ്ങൾ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം എന്നും എംബസി ആവശ്യപ്പെടുന്നുണ്ട്. പ്രവാസികളുടെ സുരക്ഷയ്ക്കായി സാധ്യമായ എല്ലാ ഇടപെടലുകളും കേന്ദ്ര സർക്കാരും നടത്തി വരികയാണ്. പ്രവിത, സ്മിത. ശരി. ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും എല്ലാവരും ഇപ്പോൾ അവരൊരു തരം സാധാരണ, ഇപ്പം എൻ്റെ മോള് അബുദാബിയിലാണല്ലോ, അപ്പോൾ അവൾ പറയുന്നതെന്ന് വെച്ചാൽ അമ്മ ഇതിപ്പോൾ ഒരു ന്യൂ നോർമൽ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വന്നു തുടങ്ങി. നമ്മളെല്ലാ ദിവസവും കാര്യമായിട്ട് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ, ദിനകൃത്യചര്യകൾ, ഓഫീസ് എല്ലാം ചെയ്യുന്നു. പക്ഷേ മുകളിലൂടെ ഡ്രോണുകൾ പോകുന്ന ശബ്ദം കേൾക്കും, അപ്പോൾ തന്നെ അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സുരക്ഷ, ആ ഒരു സുരക്ഷിതത്വത്തിൽ തന്നെയാണ് അവർ കഴിയുന്നത്. എങ്കിൽ കൂടിയും നമ്മളിവിടെ നാട്ടിലിരിക്കുന്നവർക്ക് വലിയ ആശങ്കയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.